ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡിലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയായുടെയും മകനായി ജോൺ ജനിച്ചു. ഭക്ത കർഷകരായിരുന്ന മാതാപിതാക്കൾ മതാഭ്യസനം മർദ്ദന വിധേയമായിരുന്ന കാലത്താണ് ജോൺ മരിയ വിയാനിയുടെ ബാല്യവും. യൗവനകാലത്ത് വൈദികർ രാത്രിയിലാണ് ഉപദേശങ്ങളും മറ്റും നൽകിയിരുന്നത്. ജോണിന് 20 വയസ്സുള്ളപ്പോൾ ആബെ ബെയ്ലിയുടെ സ്കൂളിൽ അവൻ പഠനമാരംഭിച്ചു. ലത്തീൻ ഭാഷ ജോണിന് തീർത്തും ദുഷ്കരമായിരുന്നു. 1810 ജോൺ തൻ്റെ കുടുംബ അവകാശം സഹോദരൻ ഫ്രാൻസിസിന് വിട്ടുകൊടുത്തു. 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലിയോൺസിലെ വികാരി ജനറൽ മോൺസിഞ്ഞോർ കുർബനെ അറിയിച്ചു. വികാരി ജനറൽ റെക്ടറോട് ചോദിച്ചു, വിയാനി ഭക്തിപൂർവം കൊന്ത ചൊല്ലുമോ? ദൈവഭക്തിയിൽ 1-ാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു. അങ്ങനെ 1815 ആഗസ്റ്റ് 13-ാം തീയതി ജോണിന് പട്ടം കൊടുത്തു. അനന്തരം ആഴ്സിലെ വികാരിയായി. കുംഭസാരവും കുർബാനയും ഇല്ലാതെ മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആഴ്സിനെ അനുതാപ കേന്ദ്രമാക്കി 18 മണിക്കൂറും ഫാദർ വിയാനി കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു പോന്നു. പച്ചവെള്ളവും ഉരുളക്കിഴങ്ങും കഴിച്ച് ഭക്തിയിൽ ധ്യാനിച്ചിരുന്ന് ഇടവകയ്ക്കായി പ്രാർത്ഥിച്ചു. ആഴ്സിലെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ഫാദർ ജോണിന്റെ കട്ടിലിന് തീയിട്ടു കത്തിച്ചു. രക്ഷയിലേക്കുള്ള മാർഗം ഇടുങ്ങിയതാണെന്ന് പഠിപ്പിച്ച വിയാനി 20 വർഷത്തെ വൈദിക ജീവിതത്തിൽ 20 ലക്ഷം പാപികൾ ഉപദേശം തേടിയിട്ടുണ്ട്. ഫ്രഞ്ച് ഗവൺമെന്റ് മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചു. പ്രായച്ചിത്തം കൊണ്ടും ശരീരം തീരെ മെലിഞ്ഞെങ്കിലും കാര്യമായ രോഗങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഒരാഴ്ചത്തെ ആലസ്യത്തിനു ശേഷം 73-ാമത്തെ വയസ്സിൽ 1859 ആഗസ്റ്റ് 4-ാം തീയതി ദിവംഗതനായി. 1925 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.